നീണ്ടകര വെളിത്തുരുത്ത് പരമ്പരാഗത ആചാരങ്ങളിലും ആധ്യാത്മികതയിലും അനന്യമായി മാറിയ ഒരു ക്ഷേത്രമാണ് പിള്ളാരമ്പലം ശിവശക്തി അർദ്ധനാരീശ്വര ക്ഷേത്രം. 1999 കുട്ടികളുടെ ഒരു കുട്ടിക്കളിയിൽ നിന്നും ആരംഭിച്ച അമ്പലം ഇന്ന് ശിവരാത്രി ഉൾപ്പെടെ അതിന്റെ സവിശേഷ ഉത്സവ ആചാരങ്ങളാൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. കുട്ടികളുടെ നിരപരാധമായ രസത്തിലും രചനാത്മകതയിലുമാണ് ഈ അമ്പലത്തിന്റെ അത്ഭുതത്തിന്റെയും ആചാരത്തിന്റെയും തുടക്കം. ഈ ക്ഷേത്രത്തിന്റെ പിറവിയുടെ കഥ വളരെ വ്യത്യസ്തമാണ്. 1999 ഈ ക്ഷേത്രം പിറവിയെടുത്തത്. കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു ഇവിടുത്തെ തന്നെ മറ്റൊരു ക്ഷേത്രമായ നീണ്ടകര മണ്ണാത്തറ ക്ഷേത്രത്തിൽ ഉത്സവം. വെളുത്തുരുത്തിലെ കുട്ടിക്കൂട്ടം ഉത്സവപ്പിറ്റേന്ന് ഒഴിഞ്ഞ പറമ്പിൽ മണ്ണിൽ ശിവലിംഗം ഉണ്ടാക്കി, തുണി കെട്ടിമറിച്ച് ചുറ്റമ്പലമുണ്ടാക്കി. വൈകിട്ട് തകരപ്പാട്ട കൊട്ടിയും പഴയ കൊടിത്തോരണങ്ങൾ ചാർത്തിയും പൂജയും ഉത്സവ ആഘോഷവുമായി. ഈ ഉത്സവം എല്ലാ ദിവസവും ആഘോഷിച്ചു. അവർ ചെയ്യുന്ന ഈ കുട്ടിക്കളി പക്ഷേ അവിടുത്തെ പരിസരവാസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനുശേഷം ഗ്രാമത്തിലുണ്ടായ ചില അത്ഭുത സംഭവങ്ങൾ നാട്ടുകാരെ ഞെട്ടിച്ചു. തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും യഥാർത്ഥത്തിൽ ഇത് ദൈവഹിതമാണെന്ന് ജ്യോത്സ്യർ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് പിള്ളേരുടെ കുട്ടിക്കളിയുടെ ഭാഗമായി സങ്കല്പമായി തുടങ്ങിയ അമ്പലത്തിനെ പിന്നീട് മുതിർന്നവർ ശ്രീകോവിൽ നിർമ്മിച്ച് അർദ്ധനാരീശ്വര പ്രതിഷ്ഠയും നടത്തി. കുട്ടികൾ കളി ആരംഭിച്ച മീനത്തിലെ ആയില്യം മുതൽ 10 ദിവസത്തെ ഉത്സവം. ഉത്സവഘോഷയാത്രയുടെ മുന്നിൽ കുട്ടികളുടെ കന്നാസുകൊട്ടും വെള്ളയ്ക്ക കുതിരയും. ക്ഷേത്രത്തിനടുത്ത് ഒരു സന്യാസി ഉപേക്ഷിച്ച കൊടിക്കൂറ ഉയർത്തിയാണ് കുട്ടികൾ കൊടിയേറ്റ് നടത്തിയത്. ഇന്നും കുട്ടികളാണ് ഈ അമ്പലത്തിലെ ആചാരങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീകോവിൽ തുറക്കുമ്പോൾ ചെണ്ടമേളത്തിന് പകരം കുട്ടികളുടെ കന്നാസുകൊട്ടും പാട്ടുകളുമാണ് അലങ്കാരം. ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും താലപ്പൊലി ഘോഷയാത്രയിൽ കുട്ടികൾ വെള്ളയ്ക്ക കുതിരകൾക്ക് കൈപിടിക്കുന്നുണ്ട്. മിഠായി കവറുകൾ കെട്ടിയ മാല കൊണ്ട് അലങ്കരിച്ച വെള്ളയ്ക്ക നെടുകുതിരയാണ് കാണിക്ക. 25 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ അമ്പലം അതിന്റെ വിശ്വാസത്തെയും പൈതൃകത്തെയും നിലനിർത്തുകയാണ്. ഉത്സവത്തിന് 7 നാൾ പറയെടുപ്പിന് ജീവതയും പള്ളിവാളും ചിലമ്പും എടുക്കുന്നത് കുട്ടികളാണ്. ഉത്സവഘോഷയാത്രയിൽ കുട്ടികളുടെ വെള്ളയ്ക്ക കുതിരകൾ. നിശ്ചല ദൃശ്യങ്ങൾക്കും ആനയ്ക്കും കലാരൂപങ്ങൾക്കും ചെണ്ടമേളത്തിനും ഇടയിൽ കുട്ടികളുടെ കന്നാസുകൊട്ട് സംഘം. ശിവരാത്രി ദിനത്തിൽ കുട്ടികളെ ക്ഷേത്രനടയിൽ കുളിപ്പിച്ച് ഇലയിട്ട് സദ്യ വിളമ്പും. പിള്ളാരിന്റെ നിരപരാധ രസങ്ങൾ എല്ലായിടത്തും ദൈവികതയുടെ ചിഹ്നമായി മാറുന്നുവെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പിള്ളാരമ്പലം.